ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ റോഡിൽ നിന്നും തിരിഞ്ഞ് അകത്തേക്കുള്ളൊരു ചെറിയ വഴിയിൽ കൂടെ ഞാൻ പോയതാണ്. നമുക്ക് ഉള്ളിലേക്കുള്ള വഴികളിൽ കയറിക്കഴിഞ്ഞാൽ ഈ കനാലിൻ്റെയൊക്കെ ഇരുവശങ്ങളിലും നല്ല മനോഹരമായ പഴയ തറവാടുകളും അതിനോട് ചേർന്ന് തന്നെ അവിടുത്തെ ഗ്രാമവാസികൾ കനാലിൻ്റെ ഇരുവശങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ കണ്ണിന് നല്ല കുളിർമ കിട്ടുന്ന കാഴ്ചകളാണ്. ഈ കനാലിൻ്റെ ഇരുവശങ്ങളിൽ സ്റ്റെപ്പ് കെട്ടി കനാലിലേക്ക് ഇറങ്ങാനും അവരുടെ ഓരോ വീടിൻ്റെ മുന്നിലേക്കുള്ള കടവുകളും അവിടെ കൊച്ചു കൊച്ചു വള്ളങ്ങളും അവർ നട്ടുപിടിച്ചിരിക്കുന്ന ചെടികളും പൂക്കളും ഒക്കെ ഈ വസന്തകാലം ഒന്ന് നോക്കിയേ എത്ര മനോഹരമാണെന്ന്. ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചട്ടിയിലോ നമ്മുടെ വീട്ടിലോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും പൂക്കളുണ്ടായെന്ന് വരില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ തിരിച്ച് നമ്മുടെ AC റോഡിൽ കൂടെ ഞാൻ വിട്ടു വരുന്ന സമയത്ത് ഞാൻ ദൂരെ ഒരു സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നമ്മുടെ ചീമക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു, ദൂരെ നിന്നേ കണ്ടു. പക്ഷെ അവിടത്തേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ലായിരുന്നെങ്കിലും കറങ്ങി തിരിഞ്ഞെന്തായാലും ഞാൻ അതിൻ്റെ അടുത്തെത്തി. കണ്ടോ എന്താ ചീമക്കൊന്നയുടെ കാഴ്ച നോക്കിക്കേ. ഇതിൻ്റെ സൈഡിലൂടെ ചീമക്കൊന്നയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ചല്ല നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു ഒറ്റയടിപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നടക്കാൻ വേണ്ടിയുള്ള. നല്ല നല്ല മനോഹരമായ കാഴ്ച നമുക്കിപ്പോൾ കാണണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുട്ടനാട്ടി വരിക. അല്ല നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ വനപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ കിട്ടില്ല, കാരണം എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്ന സമയമാണ്. എന്താ പൂക്കളുടെ കാഴ്ച എന്നറിയാം. ഇപ്പം കുട്ടനാട് ഭാഗങ്ങളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എടത്തുവായ്ക്ക് അടുത്തുള്ള ഒരു പച്ച എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കാഴ്ച ഇപ്പം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നു. കണ്ടോ, ഒരു 3-4 മൂട് ചീമക്കൊന്ന ഇപ്പോൾ ഉണ്ട്. ഇതല്ല, ഇതിനെക്കാട്ടിലും പൂക്കൾ ഉള്ളത് ഉള്ളിലായിട്ടാണ്. അപ്പോൾ അതുവഴി നമുക്ക് നടന്നു പോകണേ നല്ല റിസ്ക്കാണ്. ചെറിയ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു കെട്ട് മാത്രമേ ഉള്ളൂ. അവിടുത്തുകാർക്ക് അത് വളരെ ഈസിയാണ്. പക്ഷേ എനിക്കത് വലിയ പ്രയാസമായിരുന്നു. കയ്യിൽ ബാഗും ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. എങ്കിലും ഞാൻ നല്ലൊരു വീഡിയോ ആണല്ലോ, നല്ലൊരു കാഴ്ചയാണല്ലോ എന്ന് കരുതി. കണ്ടോ, ഈ ഒരൊറ്റ വീതി ഇതിൻ്റെ മേളിൽ കൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. കാലം കാണാൻ തട്ടിയാൽ നമ്മൾ താഴെ കനാലിൽ വീഴും. എന്നാലും കുഴപ്പമില്ല, നോക്കിക്കണ്ട് പോയി. അതിൻ്റെ പൂക്കൾ ഒരില പോലും ഇല്ലാത്ത രീതിയിൽ പൂവും കായുമായിട്ട് മാത്രമാണ് ചീമക്കൊന്ന നിൽക്കുന്നത്. നമുക്ക് മറ്റ് ചെടികളെപ്പോലെയല്ല ചീമക്കൊന്ന. അത് നമുക്ക് മറ്റ് ഉപയോഗത്തിനായിട്ടൊന്നും ഇതിൻ്റെ പൂ എടുക്കാറില്ല. പ്രകൃതി ചെല്ലുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ച മാത്രമേ നമുക്കതിൽ കാണാൻ കിട്ടൂ. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.